സൂറത്തുൻ നൂറിൽ നിന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറഞ്ഞു പരത്തിയ അപവാദത്തിൻ്റെ കടുപ്പവും വലുപ്പവും സൂചിപ്പിച്ച് വളരെ ഗൗരവത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന 3 ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഓതി വെച്ചത്. അടുത്ത 26-ാമത്തെ ആയത്ത് കൂടി കഴിഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് ഓതി വെച്ചതിൽ വളരെ ഗൗരവതരമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്. അല്ലാഹുവിൻ്റെ ഈ ആവർത്തനമുള്ള താക്കീത് ചെറുതായി കാണരുത്. അതിൻ്റെ ഗൗരവം മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത്, അശ്രദ്ധരായ പതിവൃത്തകളായ സഹോദരിമാരെ ആരോപിക്കുന്നവർ, അവരുടെ വിഷയത്തിലാണ് ഇങ്ങനെ വന്നത്. അതുകൊണ്ടാണ് അവരെ പറ്റി പറഞ്ഞത്. പുരുഷന്മാർക്കും വിധി ഒന്ന് തന്നെയാണ്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തുൽ ഗാഫിലാത്ത്, അശ്രദ്ധരായ നല്ലവരായ സഹോദരിമാരെ, പരിശുദ്ധകളായ പതിവൃത്തകളായ സഹോദരിമാരെ ആരോപിക്കുന്നവർ, അൽ മുഅ്മിനാത്തി, വിശ്വാസിനികളായ സഹോദരിമാരെ, ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ, അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു ഫിദ്ദുനിയ വൽ ആഖിറത്തി, ഈ ഭൗതിക ലോകത്തും വൽ ആഖിറത്തി, പരലോകത്തും. 2 ലോകത്തും ശാപം കിട്ടുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളും വാക്കുകളും പ്രയോഗിക്കുന്നവർ എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. വലഹും അദാബുൻ അദീം, അവർക്ക് ഭയാനകമായ ശിക്ഷയും ഉണ്ട്. ആക്ഷേപം മാത്രമല്ല, കടുത്ത ശിക്ഷയും ഉണ്ട്. കാരണം ഈ പാപം വളരെ വലുതാണ്. സ്വന്തത്തിൽ തെറ്റു ചെയ്യും പോലെയല്ല ആരാനെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ആരോപിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ദിനേന ഖദ്ഫിന്റെ ഹദ്ദ് വാങ്ങാൻ നമ്മൾ ഒരിക്കലും അർഹരാകരുത്. സ്വന്തക്കാരെയോ മറ്റുള്ളവരെയോ പറയുമ്പോൾ പറയുന്ന ഭാഷ നന്നായി ശ്രദ്ധിക്കും. ഈ അടുത്തൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും ഉസ്താദേ, നിങ്ങളാ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ 365 ദിവസം ഉണ്ടെങ്കിൽ അതും, ഇനി അതിലപ്പുറം ഉണ്ടെങ്കിൽ അതും, ഖദ്ഫിന്റെ ഹദ്ദ് വാങ്ങാൻ അർഹതയുള്ള ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഞാനത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്നും പുരയിൽ വന്നാൽ 5 വക്ത് നിസ്കരിക്കുക, 1-ാം സഫിൽ നിൽക്കുക, ജമാഅത്തിനൊക്കെ റെഡിയാണ്, സംഘടനാ പ്രവർത്തനത്തിന് ഉഷാറാണ്. അതൊക്കെ മോശമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അത്തരക്കാരിൽ നിന്ന് ഇത് ഉണ്ടാകുമ്പോൾ വളരെയധികം ബേജാറാണ്. പുരയിലെത്തിയാലൊന്നും പൊലിയടിച്ചുകൂടി മാറി. ഞാൻ മലയാളത്തിലാണ് പറയട്ടെ, ഞാനും തിരിയാതെ കണ്ടത്. ആളൊക്കെ ഉഷാറാണ്, ജനങ്ങളെടുത്ത് ഫേസ് ചെയ്യാനും ഒക്കത്തിന് ഉഷാറാണ്, സോപ്പിങ്ങിന് ഉഷാറാണ്, സംഭവത്തിന് ഉഷാറാണ്. പുരയിലെത്തി എന്തെങ്കിലും പറഞ്ഞ ഉടനെ 2-ാമത്തെ കലിമത്തിലാണ്. ഇത് 6-ാം നൂറ്റാണ്ടിലെ കഥല്ല പറഞ്ഞ, വർത്തമാന യുഗത്തിലെ അവസ്ഥയെ പറഞ്ഞത്. നമ്മളെ നാവ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞല്ലോ, ശരീരത്തിൽ നാവിനെ പോലെ അല്ലാഹു തആല പ്രൊട്ടക്ഷൻ നൽകിയ ഒരൊറ്റ അവയവമില്ല. ഗുഹ്യസ്ഥാനം വരെ, ഗുഹ്യസ്ഥാനത്തിലേക്ക് എന്ത് സുരക്ഷിതത്വം അല്ലാഹു കൊടുത്ത്. അത് നമ്മളെന്തോ കവർ ചെയ്ത് മറക്കാന്നല്ലാതെ. നാവ് അങ്ങനല്ലല്ലോ. നാവ് ഏത് രൂപത്തിലാ അല്ലാഹു ബലമാക്കി പൂട്ടിയെ നോക്കി നിങ്ങൾ. നാവിന് ആദ്യം 2 അടപ്പ് കൊടുത്തു, ചുറ്റുഭാഗത്തും പല്ലുകൾ കൊടുത്തു, ശേഷം ഒരു ചുണ്ട് കൊടുത്ത് ആവശ്യത്തിനെ പുറത്തെടുക്കാവൂന്നാണ്. അങ്ങനെ കൊടുത്തിന്റെ അർത്ഥം. അനങ്ങിയ ചീത്ത വിളി, അത് ചെറിയ വിളി എന്നല്ല, വലിയ വിളി. അനങ്ങിയാലെന്ന് പറഞ്ഞാൽ എന്തിനാ? അവനാന്റെ കാര്യത്തിന് എന്തെങ്കിലും പക്ഷെ നേരം വൈകിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇഷ്ടപ്പെടാത്തതുണ്ടാകും. 100% തികഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മളിൽ ആരും ഉണ്ടാവില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്റെ പെണ്ണിങ്ങനായ പോരാ, ഞാൻ അങ്ങനെ ആയ പോരാന്ന് ആദ്യം ചിന്തിക്കണം.
എന്റെ ഭാര്യ ഇങ്ങനെ ആയാൽ പോരാൻ ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ആയാൽ പോരാന്ന് ആദ്യം ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ മാറിയിട്ട് വേണം തിരുത്താൻ. നമുക്ക് എന്ത് പവറും ഡീസന്റ് ഉള്ളത്? അനങ്ങ ചീത്ത പറയാന്നല്ല, ഗൗരവമുള്ള ചീത്ത, ലഅനത്ത് കിട്ടുന്ന ചീത്ത. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അത്തരത്തിൽ ഒരുപാട് വിളികളും സംബോധന ശൈലികളും ചിലര് മനസ്സിലാക്കുന്ന അങ്ങനെ വിളിച്ചെങ്കിലേ ഇവര് നന്നാകുന്ന, അങ്ങനെ വിളിച്ചെങ്കിൽ ഇവരെങ്ങനെ നന്നാകുക? ഒരു നാശാകാശി. ഒരു വാക്ക് തർക്കത്തിന്റെ പേരിൽ പോലും ഒരാണിനെയോ പെണ്ണിനെയോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയാൻ പാടില്ല. ഇനി ഓനേതോ പൊരെ കയറിയിട്ട് ഇങ്ങനെ വരികയെന്ന് കുട്ടികൾ, ഓനാ പൊരെ പോയി എന്തോ ചായ കുടിക്കാനോ വർത്താനം പറയാനോ അല്ലെങ്കിൽ ഇനി അവിടെ വർത്താനം പറഞ്ഞ നേരം കളയാനോ കുട്ടികള്. അപ്പൊ നമ്മളെ വക അനക്കൊക്കെ പല പൊരയിലും രാത്രിയാലും കയറി ഇറങ്ങണ പണിയല്ലേ നമ്മളെ വക. അപ്പൊ നമ്മൾ നല്ല ശുദ്ധരാണ്. നമ്മളത് പറയുമ്പോ നമ്മൾ വിചാരിച്ചു 4 സാക്ഷികളെ കുട്ടികൾ കോടതിയിലൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ കണ്ട് വർത്താനം പറയുന്നത്. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഈ വിഷയത്തിന്റെ ഗൗരവം നോക്ക് നിങ്ങൾ. ലഅനത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഓന്റെ കഥ കഴിഞ്ഞു. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഒരാളെ ശപിച്ചു എന്ന് പറഞ്ഞാൽ പിന്നോനെന്തിനാ നല്ലത്? ദുനിയാവിലും ആഖിറത്തിലും ലഅനത്ത് കിട്ടുന്ന ആളല്ലേ, ലഅനത്ത് അള്ളാഹു കൊടുത്തു എന്ന് തീർപ്പ് കൽപ്പിച്ച ആളല്ലേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഓന്റെ ലഅനത്ത് ഇവിടെ തീരുന്നില്ലല്ലോ. പരലോകത്തും ഓനക്ക് ലഅനത്താണ്. പരലോകത്തും ഓനക്ക് എന്ത് രക്ഷയുള്ളത്? അപ്പൊ അള്ളാഹുവിന്റെ ശാപം തട്ടുന്ന ആളുകളിൽ നമ്മളാരും ഉൾപ്പെടാൻ പാടില്ല. ഇത് ഈ വിഷയത്തിന്റെ ഗൗരവം ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആ അദാബുൻ അദീം എന്നാന്നറിയോ? യൗമ തശ്ഹദു അലൈഹിം. വെറുതെ ശിക്ഷിക്കൂല, തെളിവൊക്കെ അല്ലാഹു ഹാജരാക്കും. യൗമ തശ്ഹദു അലൈഹിം, അവർക്കെതിരായിട്ട് അവർക്കുമേൽ സാക്ഷി പറയുന്ന ദിനം. അൽസിനത്തുഹും, അവരുടെ നാവുകൾ. വഅയ്ദീഹിം, അവരുടെ കൈകളും. വഅർജുലുഹും, അവരുടെ കാലുകളും. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ. അന്നാണ് ഈ അദാബുൻ അദീം കൊടുക്കുന്നത്. ഈ ഭയാനകമായ ശിക്ഷ കൊടുക്കുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മിൽ നിന്ന് തന്നെ നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു സാക്ഷികളെ കൊണ്ടുവരും. യൗമഇദിൻ യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്. അന്നത്തെ ദിവസം, ഈ സാക്ഷി പറയുന്ന ദിവസം, യുവഫീഹിമുല്ലാഹ്, അല്ലാഹു അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും. ദീനഹുമുൽ ഹഖ്, സത്യസന്ധമായ അവർക്കുള്ള പ്രതികാരം, പ്രതിഫലം. ദീൻ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ജസാ ആണ്. മാലിക് യൗമിദ്ദീൻ എന്നുള്ള ദീന് പോലെ. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, അധികാരസ്ഥൻ എന്നാണ്. അന്ന് അധികാരം അല്ലാഹു തആല മാത്രം അല്ലേ. ഇപ്പോഴൊക്കെ താൽക്കാലിക അധികാരികളുടെ പോലെ തന്നെ അധികാരികൾ ഒന്നും ഉണ്ടാവില്ല. അന്ന് ഏറ്റവും വലിയ അധികാരവും പ്രതിഫലം കൊടുക്കാനും ശിക്ഷിക്കാനൊക്കെ ഉള്ള അവകാശം അല്ലാഹുവിന് മാത്രമാണ്. യൗമൈദിൻ യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്, സ്ഥിരപ്പെട്ട ഉറപ്പായ പ്രതിഫലം അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ദിവസം, പൂർത്തീകരിച്ചു കൊടുക്കുന്ന ദിവസം. വയഅലമൂന അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ, അവർ ഉറപ്പിച്ച് മനസ്സിലാക്കും. അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ, അല്ലാഹുവാണ് യാഥാർത്ഥ്യം, അല്ലാഹു തആലയാണ് സത്യം, അല്ലാഹു വ്യക്തമായ സത്യമാണ്. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം സമഖ്ശരി പറയുന്നു, വലൗ ഖലബതൽ ഖുർആന കുല്ലഹു, ഓ സുഹൃത്തേ നീ ഖുർആൻ മുഴുവനും മറിച്ചാൽ, വഫത്തഷ്ത അമ്മാ ഔഅദ ബിഹിൽ ഉസാത, ദോഷികൾക്ക് അല്ലാഹു ചെയ്ത ശിക്ഷാമുറകളെ നീ ഒന്ന് പരിശോധിച്ച് നടത്തിയാൽ, ലം തറല്ലാഹ അസ്സ വജല്ല ഖദ് ഖലദ ഫീ ഷൈഇൻ തഗ്ലീദഹു ഫിൽ ലിഫ്ക്. ഈ ആരോപണ വിഷയത്തിൽ അല്ലാഹു ഗൗരവമാക്കിയതുപോലെ ഒറ്റ വിഷയത്തിലും നിനക്ക് കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എത്ര സ്ഥാനമുള്ള മഹദിയാണ്. ഒരായത്തിലോ രണ്ടായത്തിലോ അല്ലാഹു ചുരുക്കാതെ 18 ആയത്ത് ഈ വിഷയത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഇതിന്റെ ഗൗരവം എത്രയാണ്? നമ്മൾ അറിയാത്ത നല്ല നിലക്ക് നടക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ സംഗതി അങ്ങനെ തന്നെ. ഖദ്ഫുൽ മുഹ്സനത്തി യഖ്ദിമു മിഅത അമലി സന അമല മിഅതി സന എന്ന ഹദീസിൽ കാണാം. ഖദ്ഫുൽ മുഹ്സനത്തി, പതിവൃത്തയായ പരിശുദ്ധയായ നല്ലൊരു പെണ്ണിനെ ആരോപിക്കൽ, യഖ്ദിമു അമല മിഅതി സന, 100 കൊല്ലത്തെ അമൽ പൊളിച്ചു കളയും. പിന്നെ അമൽ ആദ്യം വേണ്ടേ പൊളിക്കാൻ?
100 കൊല്ലത്തെ അമല് പൊളിച്ചു കളിച്ചു. മുമ്പ് പള്ളിയിൽ നിന്ന് ഭൗതിക സംസാരം സംസാരിച്ച 40 കൊല്ലത്തെ അമല് പോകുന്ന ഒരാൾ ഉസ്താദെ ഉണ്ടെങ്കിലല്ലേ പോലെ ഉണ്ടെങ്കിൽ പോകുമ്പോഴല്ലേ സംഗതി, ഇല്ലാത്ത പോലെയുള്ള സങ്കടമല്ലേ. പള്ളിയിൽ നിന്ന് ഭൗതികമായ സംസാരം സംസാരിച്ചാല് 40 കൊല്ലത്തെ അമല് ബാത്തിലാകുന്ന ഹദീസിലുണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ കേട്ടൊരാണ് ഉസ്താദെ അതിന് സങ്കടം ഉണ്ടാണെങ്കിൽ 40 കൊല്ലത്തെ അമലുള്ളവർക്കല്ലേ, ഇല്ലാത്തവർക്ക് എന്ത് സങ്കടം പറയാനാ? ഓർക്ക് പിന്നെ പോയി എന്ന് പറയാനല്ലോ. അപ്പൊ ഓർക്ക് പോയിട്ടില്ലെങ്കിൽ ഓർക്ക് ഇല്ലാത്തോണ്ട് ആ ഭാഗത്ത് ശിക്ഷ ഉണ്ടാവും. അങ്ങനല്ലേ ഹസനാത്ത് വിതരണം ചെയ്യാല്ലാത്തവന് സയ്യാത്ത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞില്ലേ പരലോകത്ത്. ഓനക്ക് ആരാന് കൊടുക്കാൻ നന്മ ഒന്നുമില്ല, നന്മല്ലേ രക്ഷപ്പെടാന്നില്ല, മറ്റൊന്നെ കൂടെ വാങ്ങിക്കോ. അല്ലാഹു തആല നീതിമാനാണല്ലോ. അപ്പൊ ഹക്ക് പൂർത്തിയാക്കണല്ലോ. എങ്ങനെ ഹക്ക് പൂർത്തിയാക്കാം? ഒരാൾക്ക് കൊടുക്കാൻ എന്റെ അടുത്ത് ഒന്നുമില്ലേ, എന്നാ അയാൾക്ക് കുറെ ഇടങ്ങേറും മറ്റൊക്കെ ഉണ്ടാവും, സയ്യാത്തൊക്കെ ഉണ്ടാവും, ശിക്ഷക്കാരനായത്, അത് കുറച്ചുകൂടെ വാങ്ങിക്കും. പഠിച്ചവനെ അതാർക്കെങ്കിലും ഏൽക്കാൻ കഴിയും? പരലോകത്താണ് ആരാന്റെ കുറ്റം ഇല്ലാത്തൊരു കുറ്റം രേഖപ്പെടുത്തപ്പെട്ടാൽ ഒരു നിലക്കും സഹിക്കാത്തവരാ നമ്മൾ. ഇവിടെ തന്നെ സഹിക്കൂല, പിന്നെ ആഖിറത്തിൽ സഹിക്കും. അപ്പൊ ഇത് സമഖ്ശരി ഇമാം പറയുന്നു, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വമാ ഉൻസില മിനൽ ആയാത്തിൽ ഖവാരിഇൽ മശ്ഹൂനതി ബിൽ വഈദി ശദീദ്, കാതടപ്പിക്കുന്ന വിഷയം, ശക്തമായ താക്കീതുകളെ കൊണ്ട് ഇറക്കപ്പെട്ട ആയത്ത്, വൽ അദാബിൽ ബലീഗ്, അതിശക്തമായ ശിക്ഷയും, വസ്സജ്രിൽ അനീഫ്, മനുഷ്യനെ മാറ്റിക്കളയുന്ന വലിയ താക്കീതും നൽകിയിട്ട് അല്ലാഹു തആല ഈ വിഷയം ഗൗരവമാക്കിയത് കൊണ്ട് ഖുർആനിൽ ഇതുപോലെ ഗൗരവം പറഞ്ഞൊരു വിഷയവും നിനക്ക് കാണാൻ കഴിയൂല. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, വലൗലം യൻസിൽ ഇല്ലാ ഹാദിഹി തലാത്ത്, ഇപ്പോ ഈ 3 ആയത്ത് മതിയല്ലോ ഈ വിഷയത്തിൽ പഠിക്കാൻ. ഈ 3 ആയത്തല്ലാതെ വേറൊന്നും അല്ലാഹ് ഇറക്കിയിട്ടില്ലെങ്കിലും ലകഫാ ബിഹാ, ഈ ആയത്തുകളെ കൊണ്ട് മതിയാകുമായിരുന്നു. ഹൈതു ജഅലൽ ഖദ്ഫത മൽഊനീന ഫിദ്ദാറൈനി ജമീഅൻ, ഖദ്ഫ് പറയുന്നവരെ, ആരോപണം പറയുന്നവരെ, വ്യഭിചാരാരോപണം പറയുന്നവരെ ഇരു ലോകത്തും അല്ലാഹു ശപിക്കപ്പെട്ടവരാക്കി. ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ, നമ്മൾ ഇതേപോലത്തെ ഒരു ഭാഷ കുറച്ച് മുമ്പ് ഓതിയിട്ടുണ്ട്. ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, അങ്ങനെ ഓതിയിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയൽ ഫാഹിശതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. വിശ്വാസികളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാനക്കേട് ഉണ്ടാകുന്ന ഒരു കല, ഒരു അപജയം വന്നിട്ട് അവര് തകർന്നു പോകണം എന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരങ്ങനെ പൂതി വെച്ചാൽ തന്നെ മതി, മറ്റുണ്ടാകണം എന്നില്ല. അവർക്ക് കടുത്ത വേദനിപ്പിക്കുന്ന ശിക്ഷ ഉണ്ടെന്ന് തോന്നുന്നു. അതും ദുന്യാവിൽ മാത്രമല്ല വൽ ആഖിറത്തി, പരലോകത്തും. അപ്പൊ ഈ വിഷയത്തിൽ ചില്ലറ വിഷയമല്ലല്ലോ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആയത്തുകൾ തെളിവാക്കിയിട്ടാണ് മഹാന്മാര് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇനി എങ്ങാനും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ ആരെങ്കിലും ഖദ്ഫ് പറഞ്ഞാൽ ഫലാ തൗബത ലഹു, ഓൻക്ക് തൗബല്ല. നബി തങ്ങളെ ഭാര്യമാരെ ആരെങ്കിലും ഖദ്ഫ് പറഞ്ഞാൽ ഓൻക്ക് തൗബല്ല. ഓന് ഖുർആൻ നസ്സായി പറഞ്ഞല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എതിരെ പറഞ്ഞുകൊണ്ട് കുറെ മഹാന്മാര് പറഞ്ഞു ഓൻ ഇസ്ലാം ഒന്ന് പുറത്താണ്, ഓൻ കാഫിറാണ്. അതിന് വലിയ തെളിവാണ്. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, വമൻ ഖദഫ മുഅ്മിനതൻ സിവാഹുന്ന, അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ഭാര്യമാരല്ലാത്തവരെ ഖദ്ഫ് പറഞ്ഞാൽ ഓൻക്ക് തൗബക്ക് ചാൻസ് ഉണ്ട്. അതാണ് നേരത്തെ അല്ലാഹു തആല നമ്മൾ ഓതിയ ആയത്തിൽ പറഞ്ഞു, ഇല്ലല്ലദീന താബു വഅസ്ലഹു, തൗബ ചെയ്ത് ജീവിതം നന്നാക്കിയ ആൾക്കാർക്ക് ഒഴികെ അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. അല്ലാഹു ചാൻസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പറഞ്ഞ് തൗബക്ക് അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ അതും വലിയ വിഷയമാണല്ലോ. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തി, പതിവൃത്തകളായ പരിശുദ്ധകളായ സ്ത്രീകളെ ആരോപിക്കുന്നവർ, അൽ ഗാഫിലാത്തി, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധയില്ലാതെ നടക്കുന്നവർ, അൽ മുഅ്മിനാത്തി, വിശ്വാസിനികളായ ആളുകൾ, നല്ലോണം വിശ്വസിച്ച് ഇതുപോലത്തെ കാര്യങ്ങളിലേക്കൊന്നും മുതിരാതെ ശ്രദ്ധയില്ലാതെ പാവങ്ങളായി ജീവിക്കുന്ന ആളുകൾ, അവരുടെ എന്തെങ്കിലും രൂപഭാവങ്ങളോ വാക്കുകളോ കേട്ടിട്ട് ആരെങ്കിലും ആരോപണം പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടു. ആരൊക്കെ അവർ ശപിക്കാം? ലഅനത്തുൽ മലായികത്തു വന്നാസു അജ്മഈൻ, മലക്കുകൾ ശപിക്കും,
ശപിക്കുന്നവരും മുഴുവനും ശപിക്കും. എല്ലാരും ശപിക്കും, ദുനിയാവിനും ശപിക്കും, ആഖിറത്തിലും ശപിക്കും. അപ്പൊ ശാപം കിട്ടാൻ പറ്റിയ ആൾക്കാരാണ് ഇവരെന്ന് മനസ്സിലായി. ഓല അല്ലാഹു തആല ശപിക്കാൻ ജനങ്ങളെ നാവ് ഓലെ പറ്റി ശാപം മോശമായി പോയി, ഇടങ്ങേറായി പോയി, അറ്റങ്ങൾ കുടുങ്ങിപ്പോയി, നാശം തന്നെ, ഇടങ്ങേറ്. ഇത് ആൾക്കാര് പറഞ്ഞ ഈ ശാപവാക്ക് അതിന് വലിയ വിഷയമുണ്ട്. ആൾക്കാരെല്ലാരും ഇങ്ങനെ ശപിച്ചാലോ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും.